ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് അടുത്തത് 9ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട PDF 8ാമത്തെ ചാപ്റ്ററിനോടൊപ്പം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ബേസിക് കൺസെപ്റ്റുകൾ, തിയറി, ഫോർമുല മുതലായ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞിട്ടുണ്ട്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഒന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരികെ വന്ന് ഈ വീഡിയോ കാണാവുന്നതാണ്. നോക്കൂ, ആദ്യം പറയുന്നത് ബേസിക് ആയ കുറെ കാര്യങ്ങളാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, 5ാമത്തെ പോയിന്റ് മുതലാണ് നമ്മൾ എക്സ്പ്ലനേഷൻ ആരംഭിക്കുന്നത്. നോക്കൂ, ഇത് ഇത്രയും ഒരു ലിക്വിഡ് ഒരു ബീക്കറിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് അപ്പൊ നോക്കൂ, ഇതിന്റെ മുകൾ അറ്റം വരെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിന്റ് വരെ വെള്ളം നിറച്ചിരിക്കുന്നു. അപ്പൊ നോക്കിക്കേ, നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, ഈ വെള്ളത്തിന്റെ ഈ സർഫസിൽ, മുകളിലത്തെ സർഫസിൽ നിന്നും എച്ച് ഡെപ്ത് താഴേക്ക് പോകുമ്പോഴുള്ള പോയിന്റിലെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എത്രയാണ് എന്നതാണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക്സ് ആണ്. അപ്പൊ നോക്കൂ, ഈ സർഫസിന് മുകളിൽ അല്ലെങ്കിൽ ഈ വെള്ളത്തിന് മുകളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. അതിന് P0 എന്ന് കൊടുക്കുകയാണ് എങ്കിൽ എച്ച് ഡെപ്ത് താഴെയുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ P is equal to atmospheric pressure plus H rho G. H എന്നാൽ എന്താണ്, ആ ഡെപ്ത്, റോ എന്നാൽ ആ വെള്ളത്തിന്റെ ഡെൻസിറ്റി, G എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോക്കിക്കേ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി നോക്കൂ, ഇത് P ആണ്. P എന്താണ്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ റിയൽ പ്രഷർ ആണ്. P0 എന്താണ്, P0 ആണ് എന്ത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ P മൈനസ് P0 എന്തായിരിക്കും, റിയൽ പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് കിട്ടുന്ന എന്താണ്, H rho G. അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഗേജ് പ്രഷർ. എന്താണ്, ഗേജ് പ്രഷർ. ഓക്കെ, ഇനി നോക്കൂ, പാസ്കൽസ് ലോ എന്താണ് നിങ്ങൾക്കറിയാം. നോക്കൂ, സിമ്പിളായി പറഞ്ഞാൽ ഒരു ലിക്വിഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ പ്രഷർ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ആ പ്രഷർ എന്ത് ചെയ്യും, ലിക്വിഡിന്റെ മറ്റെല്ലാ പോയിന്റുകളിലേക്കും ഈക്വലായി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് പാസ്കൽസ് ലോ. അതിന്റെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്സ് മുതലായ കാര്യങ്ങളൊക്കെ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, നോക്കൂ, അടുത്തതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ സിമ്പിളായി മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഒരു ബോഡിയെ ഒരു ലിക്വിഡിൽ മുഴുവനായോ ഭാഗികമായോ മുക്കുമ്പോൾ ആ ബോഡിക്ക് ഒരു അതിന്റെ വെയിറ്റ് കുറയുന്നതായി അനുഭവപ്പെടും. എത്ര കുറയും എന്ന് പറഞ്ഞാൽ ആ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ എമൗണ്ട് എത്രയാണോ അത്രയും വെയിറ്റ് എന്ത് ചെയ്യും, കുറയും എന്നാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമുക്ക് പറയേണ്ടത്. അപ്പാരന്റ് വെയിറ്റ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബോഡി ഒരു ലിക്വിഡിൽ നിങ്ങൾ മുങ്ങിയിരിക്കുമ്പോൾ, ഇമ്മേഴ്സ് ചെയ്തിരിക്കുമ്പോൾ അതിന്റെ വെയിറ്റിന് കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിന്റെ ആക്ച്വൽ വെയിറ്റ് ഇല്ല, പിന്നെയോ അപ്പാരന്റ് വെയിറ്റ് ആണ്. അത് എന്തിന് തുല്യമാണ്, ആ ബോഡിയുടെ വെയിറ്റിൽ നിന്നും ആ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന അപ്ത്രസ്റ്റ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു അപ്പാരന്റ് വെയിറ്റ് ഓഫ് ബോഡി. അതേപോലെ തന്നെ സമാനമായ ഇക്വേഷൻ എന്താണ്, അപ്പാരന്റ് വെയിറ്റ് ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ബോഡി മൈനസ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞത്. വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയി ഇത് പറയാവുന്നതാണ്. ഓക്കെ, നോക്കൂ, അടുത്തത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, അതായത് താഴെയുള്ള ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എ പീസ് ഓഫ് ഐസ് ഫ്ലോട്ട്സ് ഇൻ എ വെസൽ ഫിൽഡ് വിത്ത് വാട്ടർ. നോക്കൂ, ഒരു വെസലിൽ നിങ്ങൾ വെള്ളം ഫില്ല് ചെയ്തിരിക്കുന്നു, അതിൽ ഒരു പീസ് ഓഫ് ഐസ് നിങ്ങൾ ഇടുന്നു. അപ്പൊ നോക്കൂ, ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വെള്ളത്തിന്റെ നിരപ്പ് ഉയരുമോ, ഉയരില്ലേ? വെള്ളത്തിന്റെ നിരപ്പ് ഉയരുമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് തെറ്റാണ്. കാര്യം എന്താണ്, വെള്ളത്തിന്റെ നിരപ്പ് ഉയരില്ല. ഇതിന്റെ കാരണം നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ക്യാപിറ്റൽ V വോളിയം ഉള്ള ഡെൻസിറ്റി റോയുള്ള ഒരു ബോഡി, അതായത് ബോഡിയുടെ വോളിയം Vയും ബോഡിയുടെ ഡെൻസിറ്റി റോയുമാണ്. അതിന് നിങ്ങൾ സിഗ്മ ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുന്നു എങ്കിൽ നോക്കൂ, ആ ബോഡി ഫ്ലോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ കുറച്ച് വോളിയം ലിക്വിഡിൽ മുങ്ങിയിരിക്കും, ബാക്കി കുറച്ച് വോളിയം ലിക്വിഡിന് മുകളിൽ നിൽക്കും. അപ്പൊ നോക്കൂ,
ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്ത വോളിയം അതിനെ VS എന്ന് വിളിക്കുന്നു. ഓക്കെ, VS. ആ VS കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, നിങ്ങൾക്കറിയാം ലിക്വിഡിന്റെ മാസ് എന്താണ്. ലിക്വിഡിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ലിക്വിഡിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ അല്ല, ബോഡിയുടെ വോളിയം ഇൻറ്റു ബോഡിയുടെ ഡെൻസിറ്റി ടു G. അതാണ് ബോഡിയുടെ മാസ് അല്ലെങ്കിൽ വെയിറ്റ്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്? VS, അതായത് മുങ്ങിയിരിക്കുന്ന വോളിയം ഇൻറ്റു ലിക്വിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു G. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്? കാര്യം എന്താണ്? ഈ ബോഡി എത്രയോ എമൗണ്ട് മാസിന് വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതാണ് ഇതായി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലോസ് ഇൻ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതിൽ നിന്ന് VS എങ്ങനെ എഴുതാം? VS is equal to V into rho by sigma എന്ന് എഴുതാം. VS is equal to rho by sigma. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന വോളിയമാണ്. എന്നാൽ മുങ്ങാതെ മുകളിലിരിക്കുന്ന വോളിയം എത്രയാണ്? അത് എന്താണ്? ഔട്ട്സൈഡ് എന്ന് സൂചിപ്പിച്ചാൽ VO is equal to V minus VS is equal to V minus V into rho by sigma, that is equal to V into 1 minus rho by sigma എന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്. എന്താണ് ഫോർമുല? V വോളിയം ഉള്ള റോ ഡെൻസിറ്റി ഉള്ള ഒരു ബോഡി എന്ത് ചെയ്യും? വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ മുങ്ങിയിരിക്കുന്ന വോളിയം എത്രയാണോ, വെള്ളത്തിലല്ല ലിക്വിഡിൽ മുങ്ങിയിരിക്കുന്നു, ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി സിഗ്മയാണ് എങ്കിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന വോളിയം എത്രയാണ് എന്നതാണ് VS കൊണ്ട്. V സബ്മേർജ്ഡ് അല്ലെങ്കിൽ V ഇമ്മേഴ്സ്ഡ്. ഓക്കെ, ഇനി വെള്ളത്തിൽ മുങ്ങാതെ ഔട്ട്സൈഡ് ആയ വോളിയം എത്രയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കിട്ടിയ ടോട്ടൽ വോളിയത്തിൽ നിന്നും ഇത് കുറച്ച് എഴുതുന്നതാണ്. അപ്പൊ ഈ രണ്ട് ഫോർമുലയും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ നോക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, 10th പോയിന്റ് എന്താണ് പറയുന്നത്? അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി ഓഫ് ഡെൻസിറ്റി റോ വെൻ ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി സിഗ്മ. അപ്പൊ നോക്കൂ, ഡെൻസിറ്റി റോ ഉള്ള ബോഡി നിങ്ങൾ ഡെൻസിറ്റി സിഗ്മയുള്ള ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുന്നു പറഞ്ഞാൽ മുക്കുന്നു. അപ്പൊ നോക്കൂ, അതിന്റെ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ്, അതിന്റെ ആക്ച്വൽ വെയിറ്റ് അല്ല. കാര്യം എന്താണ്? ലിക്വിഡ് എന്ത് ചെയ്യുന്നു? അപ്രസ്റ്റ് കൊടുക്കുന്നു. അപ്പൊ നോക്കൂ, അപ്പോൾ ആക്ച്വൽ വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ്. അപ്പൊ നോക്കൂ, ആക്ച്വൽ വെയിറ്റ് മൈനസ് അപ്രസ്റ്റ്. അപ്പൊ ആക്ച്വൽ വെയിറ്റ് എന്താണ്? V ഇൻറ്റു റോ ഇൻറ്റു G. mg ആണ്. M മാസ് ആണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്താണ്? ബോഡിയുടെ മാസ് കിട്ടില്ലേ? മൈനസ്. അപ്പൊ നോക്കൂ, V സിഗ്മ G എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ മാസ് ആണ് ഇത്. V ഇൻറ്റു സിഗ്മ. ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വോളിയം V ആണ്, അതിന്റെ ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ V സിഗ്മ. അപ്പൊ V സിഗ്മ G എന്താണ്? വാട്ടർ മുകളിലേക്ക് കൊടുക്കുന്ന അപ്രസ്റ്റ് ആയി. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? V റോ G കോമൺ എടുക്കുമ്പോൾ 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്, വായിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തത് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ബോഡി. ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നു റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ബോഡി. അതിന്റെ ഡെഫിനിഷൻ ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. ഡെൻസിറ്റി ഓഫ് ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ബോഡി ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ബേസിക് ഡെഫിനിഷൻ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക, എളുപ്പമാണ്. അത് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. കാര്യം നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നോക്കൂ, അടുത്തത് ഹൈഡ്രോ ഡൈനാമിക്സ് ആണ്. മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹൈഡ്രോസ്റ്റാറ്റിക്സിലെ ഫിസിക്സ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഹൈഡ്രോ ഡൈനാമിക്സ് ആണ്. അതായത് ഫ്ലൂയിഡ് ഫ്ലോയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നോക്കൂ, സ്ട്രീം ലൈൻഡ് ഫ്ലോ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ലാമിനാർ ഫ്ലോ അറിയാം, ടർബുലന്റ് ഫ്ലോ അറിയാം. ഇത് നമ്മൾ പറയുന്നില്ല, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, നമ്മൾ ബേസിക് പോയിന്റ്സ്, അതായത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നോക്കൂ, ക്രിറ്റിക്കൽ വെലോസിറ്റി ആൻഡ് റെയ്നോൾഡ്സ് നമ്പർ. ക്രിറ്റിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റിംഗ് വെലോസിറ്റിയാണ്. അതായത് ആ വെലോസിറ്റി വരെ സ്ട്രീം ലൈൻഡ് ഫ്ലോയും അത് കഴിഞ്ഞതിന് ശേഷം ലിക്വിഡിന്റെ ഫ്ലോ ടർബുലന്റും ആകുന്നു. അതാണ് ക്രിറ്റിക്കൽ വെലോസിറ്റി. നോക്കൂ, റെയ്നോൾഡ്സ് നമ്പർ ഒരു ലിക്വിഡിന്റെ ഫ്ലോയെ സംബന്ധിക്കുന്ന, അതിന്റെ നേച്ചറിനെ സംബന്ധിക്കുന്ന ഒരു പ്യുവർ നമ്പർ ആണ് റെയ്നോൾഡ്സ് നമ്പർ. അത് എന്തിന്റെ എല്ലാം റേഷ്യോയാണ്? ഇനേർഷ്യൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ടു വിസ്കസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ ഒരു യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് നമ്പറാണ്. ഈ കാര്യങ്ങൾ അറിയില്ല, റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ. നോക്കൂ, നമ്മൾ അടുത്തത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിലേക്ക് പോകുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് പല പ്രോബ്ലംസും ചെയ്യാനുള്ളതാണ്. നോക്കൂ, സ്ട്രീം ലൈൻ ഫ്ലോ കൺസിഡർ ചെയ്യൂ. ഒരു ലിക്വിഡിന്റെ ഐഡിയൽ നോൺ വിസ്കസ് ലിക്വിഡിന്റെ ഒരു ട്യൂബിലൂടെ
ഉള്ള സ്ട്രീം ലൈൻ ഫ്ലോ ഇമാജിൻ ചെയ്യൂ. ട്യൂബിന്റെ ക്രോസ് സെക്ഷൻ വ്യത്യാസമാണ്. അതായത് ഇവിടെയുള്ള ക്രോസ് സെക്ഷൻ ചെറുതാണെങ്കിൽ അതിങ്ങനെ പോയി മുകളിലേക്ക് ചെന്ന് എന്താണ് വലിയ ഒരു ക്രോസ് സെക്ഷനിലൂടെ അത് പുറത്തേക്ക് പോകുന്നു. ഈ പിക്ചർ NCERT പാഠപുസ്തകത്തിലെ 256 പേജിലുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. എന്താണ് നമ്മൾ പറയുന്നത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, വേരിയിങ് ക്രോസ് സെക്ഷൻ നമ്മൾ പറഞ്ഞു A1ഉം A2ഉമാണ് വേരിയിങ് ക്രോസ് സെക്ഷൻ. അതിലൂടെ പോകുന്ന വെലോസിറ്റി V1ഉം V2ഉം ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് എന്താണ്? A1 × V1 × ρ1 = A2 × V2 × ρ2. നോക്കൂ, ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി, അത് വോളിയമാണ്. ഇത് വോളിയം അല്ല, ഇത് വെലോസിറ്റി ആണ് കേട്ടോ. ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്താണ്? വോളിയമാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര? വോളിയമാണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി മാസ് ആണ്. അപ്പൊ നോക്കൂ, മാസ് കൺസേർവ് ചെയ്യപ്പെടുന്നു എന്ന തത്വത്തിൽ നിന്നുമാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വികസിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയി പറയാവുന്നതാണ്. ഓക്കെ, അടുത്തതാണ് ബെർണൂലീസ് തിയറം. ഒരു ഫ്ലൂയിഡിന് ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിന് കൈനറ്റിക് എനർജി ഉണ്ട്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പ്രഷർ എനർജിയും ഉണ്ട്. ഇതിന്റെ എല്ലാം സം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ബെർണൂലീസ് തിയറം. അതും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. വെലോസിറ്റി ഓഫ് എഫ്ലക്സ് നോക്കൂ, ഒരു ബീക്കറിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു വെസലിൽ നിങ്ങൾ ലിക്വിഡ് എടുത്തിരിക്കുന്നു. അത് തറനിരപ്പിൽ നിന്നും H ഹൈറ്റിലാണ് അതിന്റെ ഏറ്റവും മുകളിലത്തെ സർഫസ് ഉള്ളത്. അപ്പൊ അത്രയും ആണ് അതിന്റെ ലെവൽ. നോക്കൂ, അതിന്റെ ഒരു പോയിന്റിൽ നിങ്ങൾ ചെറിയ ഒരു സുഷിരം ഉണ്ടാക്കുന്നു, ഒരു ഓറിഫൈസ് ഉണ്ടാക്കുന്നു. നോക്കൂ, ആ ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നും സ്മോൾ h മുകളിലാണ്. ഓക്കെ, എങ്കിൽ നോക്കൂ, വെള്ളം ഇതിൽ നിന്നും ചിതറിത്തെറിക്കുന്നത് പോലെ വരാം. അപ്പൊ നോക്കൂ, എങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. അതായത് ഇതിൽ നിന്നും വെള്ളം എന്താണ് പുറപ്പെടുമ്പോഴുള്ള വെലോസിറ്റി, എഫ്ലക്സ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോക്കൂ, അതിന്റെ ഫോർമുല എന്താണ്? ഫോർമുല V = 2G × H - H. ഓക്കെ, നോക്കൂ, ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ മാതൃകയാണ് എന്നറിയാം. എന്തിന്റെ മാതൃകയാണ്? ഹൊറിസോണ്ടൽ. ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു നിശ്ചിത ഹൈറ്റിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് എറിയുന്ന ഒരു ബോളിനെ ആലോചിച്ചാൽ മതി. അതാണ് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ വളരെ ബേസിക് ആയ ഉദാഹരണം. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ നോക്കൂ, നമ്മൾ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇനി നോക്കൂ, ഈ ഫ്ലൂയിഡ് നോക്കൂ, ഈ ഫ്ലൂയിഡ് ഇവിടെ നിന്നും പുറപ്പെട്ട് ഗ്രൗണ്ടിലെ ഏറ്റവും അറ്റത്തെ നോക്കൂ, ഇങ്ങനെ ഈ വെലോസിറ്റിയോട് പുറപ്പെട്ട് എത്താവുന്ന ഗ്രൗണ്ടിലെ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് ഇതിന്റെ ചുവട്ടിൽ നിന്നും ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിനെ നമ്മൾ എന്താണ്? റേഞ്ച് എന്ന് വിളിക്കുന്നു. ആ റേഞ്ചിനും ഫോർമുലയുണ്ട്. R = 2 × H × H - H. ഈ റേഞ്ച് മാക്സിമം ആവുന്നത് എപ്പോഴാണ്? ഈ ക്യാപിറ്റൽ സ്മോൾ h നിങ്ങൾ H/2 കൊടുക്കുമ്പോഴാണ്. ആ സമയത്ത് R max എത്രയായിരിക്കും? അതായത് റേഞ്ചിന്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? ക്യാപിറ്റൽ H ആയിരിക്കും. ഓക്കെ, എന്താണ്? ക്യാപിറ്റൽ H ആയിരിക്കും. ക്യാപിറ്റൽ H എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും ഹൈറ്റ് ആണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാവുന്നതാണ്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ്സ് ഓർ ഗ്യാസസ് ഓർ ഫ്ലൂയിഡ്സ് due to which a backward dragging force acts tangentially on the layers of the liquid in motion and tries to stop the relative motion between them. നോക്കൂ, ഒരു ലിക്വിഡിന്റെ ഒഴുക്കിനെ ഒരുപാട് ലെയറുകൾ, വാട്ടറിന്റെ ലെയറുകൾ ഇങ്ങനെ എന്താണ് മൂവ്മെന്റ്, വാട്ടറുടെ എന്താണ് ലെയറുകളുടെ മൂവ്മെന്റ് ആണെന്ന് അസ്യൂം ചെയ്താൽ ആ ലെയറുകൾ തമ്മിലുള്ള ഒരു ബാക്ക്വേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. അതിനെയാണ് നിങ്ങൾ വിസ്കോസിറ്റി എന്ന് വിളിക്കുന്നത്. വിസ്കോസിറ്റി അതിന്റെ ഫോർമുല എന്താണ്? മൈനസ് ഈറ്റ എ ഇൻറ്റു dV/dx. നോക്കൂ, ഈറ്റ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, എഫ് എന്താണ്? വിസ്കസ് ഫോഴ്സ് ആണ്. രണ്ട് പാരലൽ ലേയേഴ്സ്, രണ്ടിന്റെയും ഏരിയ എ ആണ്. വെലോസിറ്റി ഗ്രേഡിയന്റ് dV/dx ആണ്. വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. അപ്പൊ F = മൈനസ് ഈറ്റ എ ഇൻറ്റു dV/dx ആണ്. എന്ത്? വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇതിൽ ഈറ്റ ആണ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അതിന്റെ CGS യൂണിറ്റ്, ഡയമെൻഷൻ ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പോയിന്റ്സ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയി പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നോക്കൂ, പോയ്സെല്ലീസ് ഫോർമുല എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പോയ്സെല്ലീസ് ഫോർമുല എന്താണ്? ഈ V എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? V എന്ന് പറഞ്ഞാൽ
നോക്കൂ, റേറ്റ് ഓഫ് ഫ്ലോ ആണ്, റേറ്റ് ഓഫ് ഫ്ലോ. അപ്പൊ നോക്കൂ, ഇതിന്റെ ഫോർമുല പൈ പി ആർ റേസ്റ്റ് 4/8 ഈറ്റ എൽ എന്നാണ്. ഇതിന്റെ ഇത് ഉപയോഗിച്ചിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ അധികമില്ല, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. അപ്പൊ നോക്കൂ, ടെർമിനൽ വെലോസിറ്റി എന്താണ്? നോക്കൂ, ടെർമിനൽ വെലോസിറ്റി ഒരു ചെറിയ സ്പെറിക്കൽ ബോഡി, അതിന്റെ റേഡിയസ് സ്മോൾ ആണ്. അത് നിങ്ങൾ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡിലൂടെ അത് സഞ്ചരിച്ച് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി. അപ്പൊ നോക്കൂ, ആ സ്പീഡിനെ അല്ലെങ്കിൽ ആ വെലോസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ഫോഴ്സിന്റെ ഇക്വേഷൻ, വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുകയാണ്. എഫ് ഇസ് ഈക്വൽ ടു 6π∗RV. എഫ് ഇസ് ഈക്വൽ ടു 6π∗RV. അപ്പൊ നോക്കൂ, ഇതിനെയാണ് നമ്മൾ സ്റ്റോക്സ് ലോ എന്ന് വിളിക്കുന്നത്, സ്റ്റോക്സ് ലോ. ഓക്കെ, ഇനി ടെർമിനൽ വെലോസിറ്റിയുടെ മറ്റ് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ അടുത്തത് സർഫസ് ടെൻഷനിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്താണ്? ഒരു ലിക്വിഡ് സർഫസ്, ഫ്രീ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ബിഹേവ് ചെയ്യുന്നു. അതിന്റെ ആ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, F/L ആണ്. ഓക്കെ, SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, അല്ലെങ്കിൽ ജൂൾ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഡയമെൻഷണൽ ഫോർമുല അറിയാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി നോക്കൂ, സർഫസ് എനർജി എന്താണ്? ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സർഫസ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ സർഫസ്. സർഫസിലുള്ള മോളിക്യൂളുകൾക്ക് ഒരു യൂണിറ്റ് ഏരിയയിൽ എന്താണ് ഉള്ള എനർജി എത്രയാണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. യൂണിറ്റും ഡയമെൻഷനും നോക്കുക. ഇനി നോക്കൂ, ഒരു ലിക്വിഡിന്റെ സർഫസ് ഏരിയ കൂടുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്? അതായത് ഒരു ലിക്വിഡിന്റെ സർഫസ് ഏരിയ കൂടണമെങ്കിൽ ഇപ്പൊ ലിക്വിഡിന്റെ മോളിക്യൂൾസിന്റെ പ്രത്യേകത ഇത് തമ്മിൽ എന്താണ്? അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ സർഫസ് ഏരിയ കൂടണമെങ്കിൽ എന്ത് ചെയ്യുന്നു? അവർ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരെ അടുപ്പിക്കുന്ന കൊഹസീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് എന്ത് ചെയ്യുന്നു? അഡീഷണൽ സർഫസ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, ആ സർഫസ് എനർജിയുടെ ഇൻക്രീസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഡെൽറ്റ എ, സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ സർഫസ് ഏരിയ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒരു ലിക്വിഡ് ഡ്രോപ്പിനെ നമ്മൾ R1 എന്നുള്ള റേഡിയസിൽ നിന്നും R2 എന്നുള്ള റേഡിയസിലേക്ക് കൂട്ടുമ്പോൾ, അതായത് അതിന്റെ വലിപ്പം കൂട്ടുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എത്രയാണ്? W is equal to S into A2 minus A1. A2 എന്താണ്? ഫൈനൽ ഏരിയ, A1 ഇനിഷ്യൽ ഏരിയ. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരു സോപ്പ് ബബിളിന് 2 സർഫസുകൾ ഉണ്ട്. അതായത് മുകളിൽ നിങ്ങൾ കാണുന്ന ഒരു സർഫസും പിന്നെ അതിന് എന്താണ് അകത്തുള്ള ഒരു ഇന്റേണൽ സർഫസ് 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇവിടെ നോക്കൂ, ഇവിടെ 4π ആണ് എങ്കിൽ ഇവിടെ എന്താണ്? 2 സർഫസുകൾ ഉള്ളത് കൊണ്ട് 8π, 2 ഇൻറ്റു എന്താണ് ഈ ക്വാണ്ടിറ്റി, അപ്പൊ 8π എന്നാണ്. ഇത് എന്താണ്? വളരെ സ്പീഡിന് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? സഹിഷ്ണുതയോടെ കേട്ടിരിക്കുക. ഇനി നോക്കൂ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ഒരു ലിക്വിഡ് ഡ്രോപ്പ്, അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. നിങ്ങൾ അതിനെ സ്മാളർ ഡ്രോപ്ലെറ്റ്സ് ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു. N സ്മാളർ ഡ്രോപ്ലെറ്റ്സ്, ചെറിയ n സ്മാളർ ഡ്രോപ്ലെറ്റ്സ് ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു. എല്ലാം ഒരേ സൈസ് ആണ് എങ്കിൽ ഓരോ ചെറിയ ഡ്രോപ്ലെറ്റിന്റെയും റേഡിയസിന്റെ ഇക്വേഷൻ എന്താണ്? ഇതാണ്, സ്മോൾ r is equal to ക്യാപിറ്റൽ R into n raised to -1/3. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിനുള്ള വർക്ക് എത്രയാണ്? അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽഡ് ആയി ഒന്നുകൂടി നോക്കുക. ഇനി നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് എക്സസ് ഓഫ് പ്രഷർ. എന്താണ് എക്സസ് ഓഫ് പ്രഷർ? സർഫസ് ടെൻഷൻ എന്നുള്ള പ്രോപ്പർട്ടി കാരണം എന്താണ്? ഒരു വാട്ടർ ബബിൾ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോക്കൂ, അപ്പൊ എന്ത് ചെയ്യുന്നു? അത് എൻക്ലോസ് ചെയ്യുന്ന മാറ്റർ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻക്ലോസ് ചെയ്യുന്ന ബാറ്ററിനെ അത് കംപ്രസ് ചെയ്യുന്നു. നോക്കൂ, അപ്പൊ എന്ത് ചെയ്യും? ആ ഡ്രോപ്ലെറ്റിന്റെ അകത്തെ ഇന്റേണൽ പ്രഷർ കൂടുന്നു. ഇന്റേണൽ പ്രഷർ കൂടി വന്നാൽ പിന്നെ കോൺട്രാക്ഷൻ ചെയ്യാൻ നടക്കുമോ? ഇല്ല. ഈക്വിലിബ്രിയം അച്ചീവ് ചെയ്യാം. അപ്പൊ നോക്കൂ, ഈക്വിലിബ്രിയത്തിൽ ഒരു എന്താണ് ബബിളിനകത്തെ അല്ലെങ്കിൽ ഡ്രോപ്പിനകത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഔട്ട്സൈഡ് പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. ഒന്ന് നോക്കൂ, ആ 2 പ്രഷറുകൾ തമ്മിലുള്ള വ്യത്യാസത്തെ അല്ലെങ്കിൽ ലിക്വിഡ് സർഫസിന്റെ ഒരു സൈഡിലുള്ള പ്രഷറും മറു സൈഡിലുള്ള പ്രഷറും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സസ് പ്രഷർ. എക്സസ് പ്രഷർ എന്ന് വിളിക്കുന്നത് എക്സസ് പ്രഷർ. ഓക്കെ, അപ്പോൾ ആ എക്സസ് പ്രഷറിന്റെ ഓരോ കേസിലെ ഫോർമുലാസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. സർഫസ് ടെൻഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫോർമുലാസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.
ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്യാപ്പിലാരിറ്റി. ക്യാപ്പിലാരിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അത് നമ്മൾ എന്ത് ചെയ്യുന്ന കൂടുതൽ പറയുന്നില്ല. നോക്കൂ, ഒരു ക്യാപ്പിലറി ട്യൂബിൽ ഒരു ലിക്വിഡ് റൈസ് ചെയ്യുന്ന ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താണ്? 2s cos θ ഡിവൈഡഡ് ബൈ r rho g. ഇവിടെ r ക്യാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആണ്, s സർഫസ് ടെൻഷൻ ആണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ എന്താണ്, അപ്പൊ നോക്കൂ, ദ റൈസ് ഇൻ ക്യാപ്പിലറി ട്യൂബ് അത് എന്തുമായിട്ടാണ് പ്രൊപ്പോർഷണൽ? ക്യാപ്പിലറി ട്യൂബിന്റെ റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. എന്ത് ചെയ്യുന്നില്ല, ഇതിനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വായിച്ചു നോക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇത്രയുമാണ് നമ്മൾ എന്താണ് നമ്മുടെ ആ PDF-നെ ചെറുതായി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞത്. നമ്മൾ മിസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കുക. ബേസിക് ആയിട്ട് എന്താണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള PDF, അതുപോലെ NCERT പാഠപുസ്തകം, നിങ്ങൾക്ക് മുൻകാല നോട്ടുകൾ, അതിലെന്താണ് വളരെ സിമ്പിളായി കൊടുത്തിരിക്കാം. അപ്പൊ നോക്കൂ, ആ കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രമേ അതുപോലുള്ള കൺസെപ്റ്റുകൾ, പല കൺസെപ്റ്റുകൾ ചേരുന്ന പ്രോബ്ലംസ് മുതലായവ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡിസ്കസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുക, PDF നന്നായി വായിക്കുക, നന്നായി വായിച്ച് മനസ്സിലാക്കി ഇക്വേഷൻസ് എഴുതി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ കാണുക. ഓക്കെ, നമുക്ക് അടുത്തത് എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 9, ചാപ്റ്റർ 9-ലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കൂ. ക്വസ്റ്റ്യൻസ് 9, 14, 17, 21, 23, 28, 29, 31, 43, 44, 47, 50, 52, 53, 55, 56, 57, 59, 65, 75, 76, 83, 88, 91, 93, 97, 101, 102, 103, 107. ഓക്കെ, അപ്പൊ ഇതാണ് ആ 30 ക്വസ്റ്റ്യൻസ്. അപ്പൊ നോക്കുക, ഇതിനു മുമ്പ് പറഞ്ഞ ഫോർമുല, തിയറി, കൺസെപ്റ്റ് മുതലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി നോക്കുക, ഫോർമുലാസ് ഒക്കെ എഴുതി പഠിക്കുക, ക്ലിയർ കട്ടായി പഠിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് എ ടാങ്ക് ഓഫ് വാട്ടർ ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ ഈസ് ഡബിൾ ദാറ്റ് അറ്റ് 1/3 ഡെപ്ത് ഓഫ് ദ വാട്ടർ, ദെൻ ദ പ്രഷർ അറ്റ് ദ സെന്റർ ഓഫ് ദ ടാങ്ക് വിൽ ബി. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ക്യാപിറ്റൽ P ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. കാര്യം ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ് നമ്മളെ ആക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കൂ, ഇതാണ് ടാങ്ക്. നോക്കൂ, ടാങ്കിന്റെ വാട്ടർ ലെവൽ നോക്കൂ, വാട്ടർ ലെവലിന്റെ ഹൈറ്റ് എത്രയാണ്? H ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, P അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. നമുക്ക് പറഞ്ഞിട്ടുള്ള എന്താണ്? പ്രഷർ അറ്റ് ദി ബോട്ടം ഓഫ് ദി ടാങ്ക്. നോക്കൂ, ഈ ടാങ്കിന്റെ ബോട്ടത്തിലുള്ളതായി ഈ പാർട്ടിലെ പ്രഷർ എന്ന് പറയുന്നത് ടാങ്കിന്റെ സർഫസിൽ നിന്നും 1/3 വരുന്ന ഡെപ്തിൽ, അതായത് 1/3 ഡെപ്തിൽ, ടോട്ടൽ ഡെപ്ത് H ആണെങ്കിൽ അപ്പൊ H/3, സർഫസിൽ നിന്നും H/3 ആവുന്നതായി ഈ പോർഷൻ എന്താണ്, ഇവിടെയുള്ള പ്രഷറിന്റെ 1/3 ആണ്. നോക്കൂ, ഈ ബോട്ടത്തിലെ പ്രഷർ നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ ടാങ്ക് എന്നാൽ ഓപ്പൺ ടാങ്ക് ആണ്. എന്ന് വെച്ചാൽ നോക്കൂ, ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യപ്പെടും. നോക്കൂ, അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് ഗേജ് പ്രഷർ ആണോ? അല്ല, നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? റിയൽ പ്രഷർ ആണ്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ P, ക്യാപിറ്റൽ P പ്ലസ് നോക്കൂ H rho G. H rho G എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബോട്ടത്തിലെ പ്രഷറാണ്. ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താണ് പറയുന്നത്? ദ പ്രഷർ അറ്റ് ദി ബോട്ടം ഓഫ് ദി ടാങ്ക്. അത് എന്തിന്റെയൊക്കെ സമ്മാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെയും H rho G എന്ന ഗേജ് പ്രഷറിന്റെയും സമ്മാണ്. ഓക്കെ, ആ പ്രഷർ എന്ന് പറയുന്നത് നോക്കൂ, H/3 എന്നുള്ള ഈ ഡെപ്തിലുള്ളത്, ഈ പോർഷനിലെ പ്രഷർ അതിന്റെ ഡബിൾ ആയിരിക്കും. അതായത് 1/3 ഡെപ്തിലെ പ്രഷറിന്റെ ഡബിൾ ആണ്. നോക്കൂ, 1/3 ഡെപ്തിലെ പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് H/3 ഇൻറ്റു റോ ജി. ഇവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? H/3. അപ്പൊ നോക്കൂ, P പ്ലസ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് റിയൽ പ്രഷർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കൂ, ഈ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രഷറിന്റെ ഡബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൺസിഡർ ചെയ്യുന്നത്? നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കിക്കേ, ഓപ്ഷനിൽ എല്ലാം ക്യാപിറ്റൽ P ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. അപ്പൊ അതിന്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൊണ്ടുവരണം. ഓക്കെ, നോക്കൂ, അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ
പി പ്ലസ് എച്ച് റോ ജി ഈസ് ഈക്വൽ ടു ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു 2p പ്ലസ് 2/3 എച്ച് റോ ജി എന്ന് കിട്ടുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് ഈ എച്ച് റോ ജി എന്ത് ചെയ്യാം, എച്ച് റോ ജി ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ പി എ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്യും, എച്ച് റോ ജി മൈനസ് 2/3 എച്ച് റോ ജി ഈസ് ഈക്വൽ ടു പി, ക്യാപിറ്റൽ പി. അപ്പൊ നോക്കൂ, പിന്നെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദാ എങ്ങനെ കിട്ടും, എച്ച് റോ ജി ഈസ് ഈക്വൽ ടു 3p വിച്ച് ഇംപ്ലൈസ് എച്ച് റോ ജി ബൈ 2 ഈസ് ഈക്വൽ ടു 3/2p. കാര്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പ്രഷർ അറ്റ് ദി സെന്റർ ഓഫ് ദി ടാങ്ക്. അപ്പൊ നോക്കൂ, ഇത് 1/3 ഹൈറ്റ് പിന്നെ ഡെപ്തിലെയാണ്. പ്രഷർ അറ്റ് ദി സെന്റർ എന്ന് പറഞ്ഞാൽ അതിലെ ഡിസ്റ്റൻസ് എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, h/2 ആണ്. സെന്റർ അല്ലേ, അപ്പോൾ മുകളിൽ പകുതി താഴെ പകുതി, അതായത് സെന്റർ നടുഭാഗത്ത് വരും. അപ്പൊ നോക്കൂ, h/2 ആണ്. അപ്പൊ നോക്കൂ, h/2 ആണെങ്കിൽ അവിടുത്തെ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക്, ക്യാപിറ്റൽ പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് അവിടെയുള്ള ഗേജ് പ്രഷർ h/2 റോ ജി. അപ്പൊ നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയത്, കാര്യം നമുക്ക് h/2 റോ ജി ആവശ്യമുണ്ട്. അതിന് നമ്മൾ എന്തിന് ടേംസിൽ എഴുതി, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ടേംസിൽ എഴുതി 3/2 ഇൻറ്റു ക്യാപിറ്റൽ പി. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് പി പ്ലസ് ഇതിന് പകരം 3/2p എന്ന് എഴുതാം. അപ്പൊ ആൻസർ എത്രയാണ്, 5/2p, ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നോക്കൂ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഗേജ് പ്രഷർ എന്നുള്ള സംഗതി എന്ത് ചെയ്യണം, റിയൽ പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഓക്കെ, അങ്ങനെ ആ തിയറി പാർട്ട് എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നയൻത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, താങ്ക് യു.